മലപ്പുറം ഭാഗത്തേക്കൊക്കെ രാവിലെ മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഓട്ടടൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. മലപ്പുറം ഭാഗത്തേക്ക് ഇതിന് ഓട്ടട എന്ന് പറയുമെങ്കിലും കോഴിക്കോട് ഭാഗത്ത് ഇതിൻ്റെ പേര് കുത്തപ്പം എന്നാണ് കേട്ടോ. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ ഉണ്ടാവുക. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓട്ടട രണ്ട് രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. ചോറ് ചേർത്തിട്ടും അല്ലാതെ ഉണ്ടാക്കും. ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ചോറ് ചേർക്കാതെയുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു 1.5 കപ്പ് അരി നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു 3-4 മണിക്കൂർ കുതിർത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടുതലൊന്നും ആവണ്ട. അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് വേണ്ടിയിട്ട് തലേന്ന് രാത്രി കുതിർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിലത്തെ വെള്ളമൊക്കെ നല്ലോണം ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കുകയേ ചെയ്യരുത്. ഈ അരി ഒന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമുക്ക് അതിന് ശേഷം ഈ ഒരു മാവിലേക്ക് കുറച്ചുകൂടി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിക്കുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്, കിട്ടേണ്ടത്. ഒരുപാട് വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വരാനായിട്ടൊന്ന് കാത്തിക്കണേ. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നമ്മളിത് ഈ ഒരു തിളച്ച പാട് തന്നെ, സ്റ്റവിൽ നിന്ന് ഇറക്കിയ പാടെ തന്നെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ലോണം മിക്സ് ചെയ്യാനും ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങ ചേർത്തില്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. തേങ്ങ ചേർക്കുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ തേങ്ങൻ്റെ ഒരു വൈറ്റൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാവുക. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ നല്ല ടൈറ്റും ആവരുത്. അങ്ങനത്തെ ഒരു മാവാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ അറിയാത്തവർക്ക് പറയുകയാണ്, ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഓട്ടട ചുട്ടെടുക്കുന്നത്. അറിയുന്നവർ ഇത് കാണണ്ട, പ്രശ്നമാക്കേണ്ട. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി ഞാനിതാ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെക്കാനേ പാടില്ല. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് തിള വരുന്ന ബബിൾസൊക്കെ വരുന്ന സമയത്താണ് നമ്മളിതൊന്ന് അടച്ച് വെക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും തിള വന്നതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്താൽ മതിയേ. ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓട്ടട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എല്ലാ ഭാഗവും നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഓട്ടട ഉണ്ടാക്കുന്ന സമയത്ത് നടുഭാഗം വേവില്ല എന്ന് പലർക്കും ഒരു പരാതിയാണ്. പക്ഷെ അങ്ങനെയല്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. ഈ മാവ് ഒഴിക്കുന്ന സമയത്തെ ഫ്ലെയിം കൂട്ടി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നല്ലോണം ഒന്ന് ബബിൾ വന്നതിന് ശേഷം മാത്രം അടച്ച് വെക്കുക. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളാരും ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ നമ്മുടെ ഓട്ടട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മളിതിപ്പോൾ ചോറ് ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. ചോറ് ചേർത്തിട്ടും ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഉൾഭാഗം വെന്തിട്ടുണ്ടാവുമോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ ആരെടുത്ത് വരിക എന്നാണ് കേട്ടോ പറയുക. ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല അരിഭാഗമൊന്നും കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചെന്ന് വിചാരിച്ചിട്ട് കരിഞ്ഞൊന്നും പോകില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ തിളച്ച വെള്ളം ഒഴിക്കുന്നതും ഒരുപാട് വെള്ളം കൂടി പോകാതെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.